എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലതിക സകലേഷ് കൃഷി യോഗ അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നൊരു പുതിയ കിടിലൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ പല ആൾക്കാരും എന്നോട് ചോദിച്ചതാണ് ശരീരത്തിലുണ്ടാകുന്ന കറുപ്പടയാളങ്ങൾ മാറാൻ. ഞാൻ പിഗ്മെന്റേഷന്റെ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ അത് കണ്ടതാണ്, ഒരുപാട് ആളുകൾക്ക് പ്രയോജനം വന്നതുമാണ്. വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫേസിന് മാത്രമല്ല, ഫേസിന് വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ കഴുത്ത്, നമ്മുടെ ബോഡിയിൽ എവിടെ കറുപ്പടയാളം ഉണ്ടോ അതിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ കൈ ഇടുക്ക്, കാലിന്റെ ഇടുക്കൊക്കെ നമുക്ക്, പിന്നെ ചിലർക്ക് ഈ ഭാഗം ഒക്കെ ബ്ലാക്ക് വരും. പിന്നെ കൂടുതലായിട്ടും കഴുത്തിന് വളരെ നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പ്രഗ്നൻസിയിലെ ആ ഒരു ടൈമിൽ ആളുകൾക്ക് ഇവിടെ ബാക്കിലൊക്കെ നല്ല കറുപ്പ് വരും, ഹോർമോൺ ചേഞ്ച് വരുമ്പോൾ. അവർക്ക് ചിലർക്ക് ഡെലിവറി കഴിഞ്ഞാലും ആ കറുപ്പ് കാണും. അതിനൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ്. പിന്നെ നമ്മൾ കൂടുതലായിട്ട് വണ്ണം വെക്കുവാണെങ്കിൽ കറുപ്പടയാളങ്ങൾ വരും. അതിനൊക്കെ ഏറ്റവും നല്ലൊരു പാക്കാണ് ഇത്. നിങ്ങൾ കുറച്ച് ഒരു മാസമെങ്കിലും അടുപ്പിച്ച് നിങ്ങൾ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഒന്നോ രണ്ടോ ദിവസം ചെയ്തിട്ട് റിസൾട്ട് വരത്തില്ല. ഒരു 10-15 ദിവസമെങ്കിലും കുറഞ്ഞത് അടുപ്പിച്ച് ചെയ്യണം. അതിനുശേഷം നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ ചെയ്താൽ മതി. അല്ലാതെ പിഗ്മെന്റേഷൻ ഉള്ളവർ ഇത് ഡെയിലി അടുപ്പിച്ച് ചെയ്യണം. ഏറ്റവും നല്ലൊരു പാക്കാണ്. നമ്മൾ കിച്ചണിലുള്ള സർവ്വസാധാരണമായ സാധനം വെച്ചാണ്. എൻ്റെ എല്ലാ ഫേഷ്യലായാലും പാക്കെല്ലാം ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല. കൂടുതൽ നമ്മുടെ കിച്ചണിലുള്ളതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ ഉരുളൻകിഴങ്ങാണ്. അത് മിക്സിയിലിട്ട് തൊലി ചെത്തിക്കളഞ്ഞ് നന്നായിട്ട് കഴുകണം. അതിൻ്റെ പുറത്തൊക്കെ നല്ല അടയാളങ്ങൾ കാണും. അതെല്ലാം കഴുകി വൃത്തിയാക്കി നന്നായിട്ട് മിക്സിയിൽ അരച്ച് വെള്ളം ഒഴിച്ച് അരിച്ചെടുത്ത് അതിൻ്റെ ആ മട്ടി എന്ന് പറയത്തില്ലേ, അടിഭാഗമാണ് നമുക്ക് വേണ്ടുന്നത്. അതിൻ്റെ ജ്യൂസ് ഇതാണ്. ദാണ്ട ജ്യൂസ്. ഇത് ഒരുപാട് പ്രയോജനമുള്ളതാണ് ഈ ജ്യൂസ്. കാരണം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരാഴ്ച വരെ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ എന്നും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഫേസിൽ ഒരു ടോണറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ മട്ടിയാണ് ഇത്. അരിച്ചെടുത്തതാണ് ആ കട്ടിയുള്ള സാധനം. അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ അതിനുശേഷം നമ്മുടെ ഗോതമ്പ് മാവാണ്. കടലമാവ് വേണ്ടുന്നവർക്ക് ഉപയോഗിക്കാം, പക്ഷെ ഗോതമ്പ് മാവ് കൂടുതൽ എഫക്റ്റ് ആണ്. പിന്നെ വേണ്ടുന്നത് കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞളുടെ പൊടിയാണ് ഇത്. നമ്മൾ കസ്തൂരി മഞ്ഞൾ വാങ്ങിച്ച് കൊണ്ടുവന്ന് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ച് പൊടിപ്പിച്ചതാണ്. പിന്നെ തൈരാണ്. തൈര്. ഇത് ഇത്രയും കൂടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മുടെ കിച്ചണിലുള്ള സാധനങ്ങളാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇത് പൊട്ടറ്റോയുടെ ആ മട്ടി അടിഭാഗം. ഇനി ഇത്തിരി ഒരു സ്പൂൺ ഗോതമ്പ് മാവാണ്. ഗോതമ്പ് മാവ് നല്ല ക്ലെൻസിങ് ആണ്, ഫേസിന് നല്ല ഗ്ലോ ആണ്. ഉരുളൻകിഴങ്ങിന്റെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. പിഗ്മെന്റേഷന്റെ ഏറ്റവും നല്ല പിഗ്മെന്റേഷൻ മാറുന്നതിന് നല്ല ഗുണമുള്ള ഒരു കാര്യമാണ്. കുറച്ച് കട്ടിക്ക് നമ്മൾ ഇടണം ഫേസിൽ. ഫേസ് ആയാലും നമ്മുടെ ബോഡിയിൽ ഏത് ഭാഗവും. കസ്തൂരി മഞ്ഞൾ ഒരുപാടുണ്ട്, ഒരു നുള്ളിടുക. ഇനി നമുക്ക് തൈര് മിക്സ് ചെയ്യാം. കുറച്ച് തൈര് എടുക്കുക. അത് എത്രയാണോ വേണ്ടത് അപ്പൊ തൈര്, മഞ്ഞൾപ്പൊടി, ഗോതമ്പ് പൊടി, നമ്മുടെ ഉരുളൻകിഴങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്യണം. വളരെ നല്ലതാണ് നമ്മുടെ കറുത്ത അടയാളങ്ങളൊക്കെ മാറാൻ. അത് ഉരുളൻകിഴങ്ങും ഗോതമ്പ് പൊടിയും കൂടെ ചേരുമ്പോൾ അത് കളർ വയ്ക്കുവാനും നമ്മുടെ കറുത്ത അടയാളങ്ങൾ മാറാനും നല്ല ഗ്ലോയ്ക്കും ചുളിവുകളൊക്കെ മാറാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പം ഇതാണ് നമ്മുടെ പാക്ക്. ഇനി അപ്പൊ പാക്ക് നമ്മുടെ റെഡിയായി. ഇനി ഇത് എങ്ങനെയാണ് ഇടുന്നെന്നുള്ള കാര്യമാണ് വെച്ചാൽ നമ്മൾ തൽക്കാലം ഫേസിൽ ഇടുന്നില്ല. കാരണം പല ആൾക്കാരും കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറയും വെളുത്തിരിക്കുന്ന ചേച്ചി ഇങ്ങനെ ഇട്ടാൽ എങ്ങനെ അതിന്റെ ഡിഫറൻസ് മനസ്സിലാകുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലും പറഞ്ഞ് എൻ്റെ ഫേസിലേ എനിക്ക് ഇടാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ കയ്യിലാണ്. കയ്യിലിട്ട് കാണിക്കുക എന്ന് വെച്ചാൽ കൈക്കും കാലിനും എല്ലാം ഉള്ള ഒരു പാക്കാണ്. അതുകൊണ്ട് ഞാൻ കയ്യിലാണ് ഇട്ട് കാണിക്കുന്നത്. അപ്പം നോക്കാം. കൈയെല്ലാം കഴുകിക്കൊണ്ട് വെച്ചിട്ട് കുറച്ചെടുത്തിട്ട് കൈ ഭാഗത്ത് ഫേസിലും അപ്ലൈ ചെയ്യാം. എവിടെയാണോ നമ്മുടെ കറുപ്പ് അടയാളങ്ങളൊക്കെ ഉള്ളത് അവിടെയൊക്കെ നമുക്കിത് ഇടാം. നല്ല സോഫ്റ്റ് ആണ്, നല്ല സുഖമാണ് കൈക്കൊക്കെ. കംപ്ലീറ്റ് ഇടുക. ഇപ്പൊ ഞാൻ ഒരു കൈയാണ് ചെയ്ത് കാണിക്കുന്നത്. ഒരു കൈ നല്ല ഇതുപോലെ കൈക്കിടാം, കാലിനിടാം. കൈയുടെ എവിടെയൊക്കെ നിങ്ങൾക്ക് കറുപ്പുണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് ഇതിട്ട് നിങ്ങളുടെ കളർ വ്യത്യാസം വരും. നല്ലതായിട്ട് ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചേഞ്ച് അറിയാം. പക്ഷേ പിഗ്മെന്റേഷൻ ഇങ്ങനെ അടയാളങ്ങളൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും അടുപ്പിച്ച് ചെയ്യണം.
പിന്നെ ഞാൻ ഇതിന്റെ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. നമ്മുടെ ജ്യൂസിന്റെ ആ വെള്ളം എന്ന് പറയുന്നത് നമ്മളൊരു കുപ്പിയിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരാഴ്ച വരെയൊക്കെ നമുക്ക് എടുക്കാം. കുറച്ച് ദിവസം എടുക്കാം, 10 ദിവസം വരെ എടുക്കാം. അത് നിങ്ങൾ ചെറുതായ കുറച്ച് കയ്യിലോട്ട് എടുത്തിട്ട് ഫേസ് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തിരുന്ന നല്ലൊരു നമ്മുടെ അടയാളങ്ങൾ കൂടുതലായിട്ട് നമുക്ക് ഫേസിൽ കറുപ്പടയാളങ്ങളൊക്കെ ഉള്ളവർ നിർബന്ധമായിട്ടും അത് ചെയ്യുക. ഡെയിലി ചെയ്യാം. നല്ല ഗ്ലോ വരും ഫേസിന്, നല്ല കളർ വയ്ക്കും, പിന്നെ അടയാളങ്ങൾ പതിയെ പതിയെ കുറയും. അപ്പൊ ഇതൊന്ന് ഉണങ്ങട്ടെ കേട്ടോ. വേണ്ട കൈ എൻ്റെ കുറച്ചൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, ഒരുപാടായില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഡ്രൈ ആയിട്ട് വേണം കഴുകാനെന്ന് കേട്ടോ. നമുക്ക് കഴുകാം. ആയിട്ട് കുറച്ച് നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. കുറച്ചുകൂടെ ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല വ്യത്യാസം വരും. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഉണങ്ങണം, ഡ്രൈ ആയിട്ട് ചെയ്യുക. ഞാനിപ്പം കഴുകുകയാണ്. മസാജ് ചെയ്ത് തന്നെ എടുക്കാം. ഞാനങ്ങ് വേഗം കഴുകുന്നതേ ഉള്ളൂ. നല്ലോണം ഇനി പിന്നെ കഴുകാം. അതെ, നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട്. കൈ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് നോക്കുക. വ്യത്യാസം വല്ലതും കാണുന്നുണ്ട്. നല്ലൊരു ചേഞ്ച് ഫീൽ ചെയ്യും. അപ്പോൾ കുറച്ചും കൂടെ ഉണങ്ങിയിട്ട് വേണം ചെയ്യാൻ. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ പാക്ക് ഇടുക. അതിപ്പോൾ നമുക്ക് പിഗ്മെന്റേഷൻ ഇല്ലാത്തവർക്കും നല്ലതാണ്. ഇനിയിപ്പോൾ പിഗ്മെന്റേഷൻ ഇല്ലാത്തവർക്ക് ചെയ്യാവോ എന്ന് ചോദിക്കുക. എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഈ ഗോതമ്പ് മാവ് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ കടലമാവ് ഉപയോഗിക്കുകയാണെങ്കിൽ, നല്ല ഓയിലി സ്കിൻ ആണെങ്കിൽ കടലമാവ് ഉപയോഗിക്കാം. എന്നുവെച്ചാൽ ഒരുപാട് കുരുവൊക്കെ വരുന്ന ഓയിലി സ്കിൻ ആണെങ്കിൽ കടലമാവ് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. ബാക്കി എല്ലാവരും ഗോതമ്പ് മാവ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. നല്ല പട്ടുപോലെ നല്ല മിനുസം വരും ഗോതമ്പ് മാവ് ഉപയോഗിക്കുമ്പം. നല്ല ഗ്ലോ കിട്ടും. നമുക്ക് കറുത്ത അടയാളങ്ങളും പാടുകളും ഒക്കെ ഡെയിലി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ ഇത് മാറും. അതൊരു ഇങ്ങനെ പിഗ്മെന്റേഷൻ അടയാളങ്ങൾ ഉള്ളവർ അടുപ്പിച്ച് ചെയ്യണം. അല്ലാത്തവർ ആഴ്ചയിലൊന്നോ 2-3 പ്രാവശ്യം വീതം ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്. കുറേ ആൾക്കാർ അത് ചേർന്നിട്ടുണ്ട്. നമ്മളത് ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ചില ഫ്രീ ക്ലാസ്സുകളൊക്കെ ഇടും, അത് നിങ്ങൾക്ക് കിട്ടും. അപ്പം ചേരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പം നിങ്ങളതിനകത്ത് ജോയിൻ ചെയ്യുക. അപ്പം എല്ലാവരും ഇത് ചെയ്ത് നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ ഇടുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നന്ദി.